ഡിയർ ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് നിങ്ങളോട് ഫ്ലാഷസ് അഥവാ കണ്ണിന് മുമ്പിൽ കാണുന്ന മിന്നൽ പിണർ പോലെയുള്ള ചില കാര്യങ്ങൾ, ഫ്ലോട്ടേഴ്സ് കണ്ണിന് മുമ്പിൽ കാണുന്ന ചില മാറാമ്പിലവല പോലെയോ അല്ലെങ്കിൽ പുള്ളിക്കുത്തു പോലെയുള്ള ചില പാടുകൾ, ഇതിന് ചുരുക്കത്തിൽ ഫ്ലാഷസ് ആൻഡ് ഫ്ലോട്ടേഴ്സ് എന്നാണ് പറയുക. നമ്മളെ കാണാൻ വരുന്ന ഒരുപാട് രോഗികൾക്ക് ഈ മിന്നൽ, കണ്ണിന് മുമ്പിൽ പെട്ടെന്ന് മിന്നൽ അടിക്കുന്ന പോലെ അല്ലെങ്കിൽ കണ്ണിന് മുമ്പിൽ കുറെ ബ്ലാക്ക് സ്പോട്ട്സ് വരുന്നു എന്നൊക്കെ പറഞ്ഞ് സാധാരണ ഒരുപാട് പേര് വരാറുണ്ട്. അതിനെപ്പറ്റി നമുക്കിന്ന് സംസാരിക്കാം. ഞാൻ ഡോക്ടർ ഗോപാൽ എസ് പിള്ളൈ, അമൃത ഹോസ്പിറ്റൽ കൊച്ചിയിലെ നേത്രവിഭാഗം മേധാവിയാണ്. എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് കാണണമെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യൂ, ആ ബെല്ലൈക്കൺ പ്രസ് ചെയ്യൂ. ഓരോ തവണയും പുതിയ വീഡിയോ വരുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാകും. അപ്പോൾ ഫ്ലാഷസ് ആൻഡ് ഫ്ലോട്ടേഴ്സ് എന്ന് പറയുന്നത് വളരെ കോമൺ ആയ ഒരു അസുഖമാണ്. നമ്മുടെ കണ്ണിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ്ലി ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സാണ് എല്ലാം. ട്രാൻസ്പാരൻ്റ് എന്ന് പറഞ്ഞാൽ സുതാര്യമാണ്. അതിനുള്ളിൽ കൂടെ ലൈറ്റിന് വളരെ ഈസിയായി കടന്നു പോകുവാൻ വേണ്ടിയാണ് ഈ കംപ്ലീറ്റ് ട്രാൻസ്പാരൻസി വെച്ചിട്ടുള്ളത്. കൃഷ്ണമണി ആയിക്കോട്ടെ, അല്ലെങ്കിൽ അതിനുള്ളിലുള്ള ലെൻസ് ആയിക്കോട്ടെ, അതിനുള്ളിലുള്ള വിട്രിയസ് ചേംബർ ആയിക്കോട്ടെ, എല്ലാം കംപ്ലീറ്റ്ലി ട്രാൻസ്പാരൻ്റ് ആണ്. അത് മാത്രമല്ല, നമ്മുടെ കണ്ണിനുള്ളിലെ വിട്രിയസ് എന്നുള്ളത് പിന്നിലുള്ള, ലെൻസിന് പിന്നിലുള്ള ഒരു ചേംബറാണ്. ആ വിട്രിയസ് ചേംബറിനുള്ളിൽ വിട്രിയസ് എന്ന് പറയുന്ന ഒരു സെമി ലിക്വിഡ്, ഒരു ജെൽ പോലെയുള്ള ഒരു സാധനം അതിനുള്ളിലുണ്ട്. ഈ വിട്രിയസും റെറ്റിനയും തമ്മിൽ വളരെ ചേർന്ന് ഒട്ടി ഇരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ വിട്രിയസ് യങ് ഏജിൽ, അതായത് ഒരു 15-20 വയസ്സിൽ വളരെ ശക്തിയായി റെറ്റിനയുമായി ഒട്ടിയിരിക്കും. കുറേശ്ശെ പ്രായമാകുമ്പോൾ ഒരു 50 വയസ്സ്, 55 വയസ്സ്, 60 വയസ്സൊക്കെ ആകുമ്പോഴേക്കും ഈ വിട്രിയസും റെറ്റിനയും തമ്മിലുള്ള ആ ഒട്ടൽ കുറേശ്ശെ കുറയുകയും ഈ വിട്രിയസ് റെറ്റിനയിൽ നിന്ന് പതുക്കെ വിട്ടുവരാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. ഈ പ്രോസസ്സ് എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും സംഭവിക്കുന്നതാണ്. അതൊരു നോർമൽ ഏജിങ് പ്രോസസ്സാണ്. അങ്ങനെ ആ റെറ്റിനയിൽ നിന്ന് വിട്രിയസ് വിട്ടുവരുന്ന സമയത്ത് ചില ഭാഗത്ത് വളരെ എളുപ്പത്തിൽ വിട്ടുവരികയും മറ്റ് ചില ഭാഗങ്ങളിൽ ശക്തിയായ ഒട്ടലുള്ളതുകൊണ്ട് അത് എളുപ്പത്തിൽ വിട്ടുവരാതിരിക്കുകയും ചെയ്യും. അങ്ങനെ ഒരു സന്ദർഭത്തിൽ നമ്മൾ കണ്ണ് അങ്ങോട്ടോ ഇങ്ങോട്ടോ നോക്കുന്ന സമയത്ത് ഈ വിട്ടുവന്ന ഭാഗം വളരെ അധികം ചലിക്കുകയും ആ വിട്ടുവരാത്ത ഭാഗത്തെ ശക്തമായി വലിക്കുകയും ചെയ്യും. അപ്പോൾ കണ്ണിനുള്ളിലെ വിട്രിയസ് റെറ്റിനയുമായി ചെറുപ്പത്തിൽ ഒട്ടിച്ചേർന്ന് നിൽക്കുന്നു. കുറച്ച് പ്രായമാകുമ്പോൾ അത് വിട്ടുവന്നു തുടങ്ങുന്നു. ചില ഭാഗത്ത് വിട്ടുവരുന്നു, ചില ഭാഗത്ത് വിട്ടുവരുന്നില്ല. ആ ഒരു സന്ദർഭത്തിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുമ്പോൾ പെട്ടെന്ന് ആ വിട്ടുവന്ന ഭാഗം, ആ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന ഭാഗത്തെ പിടിച്ച് വലിക്കുന്നു. ഈ വലിവാണ് നമുക്ക് ഫ്ലാഷസ് ഓഫ് ലൈറ്റായി അനുഭവപ്പെടുന്നത്. അത് സാധാരണ ഇരുട്ടത്തായിരിക്കും. അതായത് ഇരുട്ടത്ത്, അല്ലെങ്കിൽ നമ്മൾ രാത്രി നമ്മൾ കിടക്കാൻ നോക്കുമ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ നോക്കുമ്പോൾ പെട്ടെന്ന് കണ്ണിനുള്ളിൽ മിന്നൽ പിണർ കാണുന്നത് പോലെ പലർക്കും കാണാറുണ്ട്. ഇതൊരു 50-55 വയസ്സിൽ വരുന്ന ഒരു കാര്യമാണ്. ആ വിട്രിയസ് പൂർണ്ണമായും റെറ്റിനയിൽ നിന്ന് വിട്ടുവന്നു കഴിഞ്ഞാൽ ഈ മിന്നൽ നമ്മൾക്ക് അപ്രത്യക്ഷമാകും. പക്ഷേ ഈ വിട്രിയസ് റെറ്റിനയിൽ നിന്ന് മുഴുവൻ വിട്ടുവരുന്നതിന് മുമ്പ് ഈ ഫ്ലാഷസ് അഥവാ ഈ വലിവ് ഉള്ള ആ ഒരു സമയത്ത് റെറ്റിനയിൽ വലിച്ച് ഒരു കീറൽ വരാനുള്ള സാധ്യതയുണ്ട്. ഈ കീറൽ റെറ്റിനൽ ടയർ എന്നാണ് പറയുക. വളരെ ഡേഞ്ചറസ് ആണ്. ഈ റെറ്റിനൽ ടയർ വരുന്ന ആളുകൾക്കാണ് പിന്നെ റെറ്റിനൽ ഡിറ്റാച്ച്മെൻറ്റ് എന്ന് പറയുന്ന
റെറ്റിന ഇളകി വരുന്ന അസുഖം വരുന്നത്. അതൊരു വളരെ വളരെ പ്രോബ്ലം പിടിച്ചൊരു അസുഖമാണ്. എൻ്റെ മുമ്പൊരു വീഡിയോയിൽ റെറ്റിനൽ ഡിറ്റാച്ച്മെൻറ്റിനെ പറ്റി പ്രതിപാദിച്ചിട്ടുണ്ട്. അപ്പോൾ മിന്നൽ എന്നുള്ളത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ കരുതുന്നു. വിട്രിയസ് വിട്ടുവരുന്ന ആ ഒരു സമയത്ത്, ഒരു 50-55 വയസ്സിൽ ചിലപ്പോൾ ആ വിട്ടുവരുന്ന സമയത്ത് വരുന്ന ഒരു പ്രോബ്ലമാണ് ഫ്ലാഷസ് അഥവാ മിന്നൽ. ചില ആളുകൾക്ക് ചിലപ്പോൾ ഒരു ഇഞ്ചുറി വന്നു, ഒരു ബോൾ അടിച്ചു കൊണ്ടു, അല്ലെങ്കിൽ ഒന്ന് വീണു, തല ഭയങ്കരമായിട്ട് കുലുങ്ങി വീണപ്പോൾ, അല്ലെങ്കിൽ ഒരു വാഹനത്തിലിരുന്ന് ഒരു ആക്സിഡൻ്റ് ഉണ്ടായി, അല്ലെങ്കിൽ ഒരു ലേസർ ചികിത്സയോ അല്ലെങ്കിൽ വേറെ അങ്ങനെ എന്തെങ്കിലും ചെയ്തു. അപ്പം അങ്ങനെയുള്ള ആളുകൾക്കും പലപ്പോഴും നമുക്ക് ഈ ഫ്ലാഷസ് നേരത്തെ വരാം. അതായത് ഒരു 20-25 വയസ്സുള്ളവർക്ക് തന്നെ റെറ്റിനയിൽ നിന്ന് വിട്രിയസ് വിട്ടുവരുന്ന ആ ഒരു പ്രക്രിയ തുടങ്ങാം. ഹൈ മയോപ്പിയ, അതായത് ഹ്രസ്വദൃഷ്ടി, മയോപ്പിയ കൂടുതലുള്ളവർക്ക് 20-25 വയസ്സിൽ തന്നെ പലപ്പോഴും ഈ വിട്രിയസ് റെറ്റിനയിൽ നിന്ന് വിട്ടുവരുന്ന പ്രക്രിയ ആരംഭിക്കാറുണ്ട്. അപ്പോൾ ഫ്ലാഷസ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു ഡോക്ടറെ കണ്ട് ഈ വിട്രിയസ് റെറ്റിനെ വലിക്കുന്നുണ്ടോ, എവിടെയെങ്കിലും കീറൽ വന്നിട്ടുണ്ടോ എന്ന് നോക്കേണ്ടത് വളരെ ആവശ്യമാണ്. കീറലുണ്ടെങ്കിൽ ഉടനെ തന്നെ അതിനെ ലേസർ ചെയ്ത് അത് ഒട്ടിച്ച് അവിടെ വയ്ക്കുകയാണെങ്കിൽ അത് റെറ്റിനൽ ഡിറ്റാച്ച്മെൻറ്റിലേക്ക് പോവാതെ നമുക്ക് രക്ഷപ്പെടുത്താം. ഈ വിട്രിയസ് കംപ്ലീറ്റ്ലി ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഈ വിട്രിയസിനുള്ളിൽ തന്നെ എന്തെങ്കിലും സെൽസ് വരികയാണെങ്കിൽ, അല്ലെങ്കിൽ വിട്രിയസ് വിട്ടുവരുന്ന ആ ഒരു സമയത്ത്, അല്ലെങ്കിൽ ഒരു ഇഞ്ചുറി വന്നു, കുറച്ച് ബ്ലീഡിങ് വിട്രിയസിനുള്ളിലേക്ക് വന്നു, വിട്രിയസിനുള്ളിൽ എന്തെങ്കിലും ഒരു ഒപ്പേക്നെസ് അഥവാ ഒരു നമ്മളുടെ ഒരു ചെറിയൊരു സെല്ലുകളുടെ കൂട്ടമായിക്കോട്ടെ, എന്തു വന്നാലും അതിൻ്റെ ഷാഡോ, അതിൻ്റെ നിഴൽ റെറ്റിനയിൽ പതിക്കും. ഈ നിഴൽ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളുടെ വിട്രിയസിൻ്റെ മൊബിലിറ്റിയുടെ കൂടെ തന്നെ ഈ നിഴൽ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യും. ഇതിനാണ് ഫ്ലോട്ടേഴ്സ് എന്ന് പറയുന്നത്. ഫ്ലോട്ടേഴ്സ് പല രീതിയിലുണ്ട്. ഒരു വിട്രിയസ് പൂർണ്ണമായും വിട്ടുവരുന്ന ഒരു ഫ്ലോട്ടർ എന്ന് പറഞ്ഞാൽ അത് ഏകദേശം ഒരു മാറാമ്പില വല പോലെയാണ് ഇരിക്കുക. അതേസമയം ചില ഇൻഫെക്ഷനുകൾ അല്ലെങ്കിൽ ബ്ലീഡിങ് അങ്ങനെ ഇനീഷ്യലി വരുമ്പോൾ ചിലപ്പോൾ കണ്ണിന് മുമ്പിൽ ചെറിയ 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 പുള്ളിക്കുത്തുകളായി കാണാം. ഒരു മേജർ ബ്ലീഡിങ് കണ്ണിനുള്ളിലേക്ക് വന്നാൽ ഒരു മഷി കുടഞ്ഞിടുന്നത് പോലെയാണ് ഒരു ഫ്ലോട്ടർ വരിക. അതിനുശേഷം ആ ചുമന്ന മഷി കംപ്ലീറ്റ്ലി പടർന്ന് നമുക്ക് കാഴ്ച പോകുന്നതായിട്ട് കാണാം. ഇതാണ് ഫ്ലോട്ടർ. പക്ഷെ പലർക്കും ഇത്രയും പ്രോബ്ലം ഒന്നും ഇല്ലാതെ തന്നെ വിട്രിയസിലെ എന്തെങ്കിലും ചെറിയ ബിനായിനായിട്ടുള്ള ഒന്നുമില്ലാത്ത ചെറിയ ചില സെല്ലുകൾ തന്നെ അതിൻ്റെ നിഴൽ റെറ്റിനയിൽ കാണാറുണ്ട്. അപ്പോൾ ഫ്ലോട്ടേഴ്സ് ഉള്ള എല്ലാവർക്കും കുഴപ്പമില്ല. പക്ഷേ ഫ്ലോട്ടേഴ്സ് കൂടിക്കൂടി വരികയാണ്, അല്ലെങ്കിൽ ഒരു മിന്നൽ പിണർ ഒരുപാട് വന്നതിന് ശേഷം ഫ്ലോട്ടേഴ്സ് വരികയാണ്, അല്ലെങ്കിൽ കണ്ണിനുള്ളിൽ ചുമപ്പ്, വേദന, അങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളുടെ കൂടെ ഫ്ലോട്ടേഴ്സ് വരികയാണ് എന്നൊക്കെയാണെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ജനറലി ഫ്ലാഷസോ ഫ്ലോട്ടേഴ്സോ ഉള്ള ഒരാൾ ഒരു ഡോക്ടറെ കാണിച്ച് എന്താണ് അതിന് കാരണം, റെറ്റിനയിൽ കീറലുണ്ടോ, എന്തെങ്കിലും ബ്ലീഡിങ്ങോ ഇൻഫെക്ഷനോ കണ്ണിലുണ്ടോ എന്നുള്ളതൊക്കെ നോക്കി അതിൻ്റേതായ ചികിത്സ നടത്തിയാൽ ഫ്ലാഷസ് ആൻഡ് ഫ്ലോട്ടേഴ്സിനെ നിങ്ങൾക്ക് പേടിക്കണ്ട. ഫ്ലാഷ് വരുന്ന ഒരാൾക്ക്, ഒരു 50-55 വയസ്സിൽ നോർമലായി ഫ്ലാഷ് വരുന്ന ഒരാൾക്ക് ഒരു 6 മാസം കൊണ്ട് പതുക്കെ പതുക്കെ ഫ്ലാഷസ് നിന്നു പോകും. ഫ്ലോട്ടേഴ്സ് ആണെങ്കിലും നമുക്ക് വളരെ ട്രബിൾസം അല്ലെങ്കിൽ നമ്മളതിനെ ഇഗ്നോർ ചെയ്യുകയാണെങ്കിൽ പതുക്കെ പതുക്കെ നമ്മളുടെ ദൃഷ്ടികോണിൽ നിന്ന് അത് മാഞ്ഞു പോകും. അങ്ങനെ ഫ്ലാഷസ് ആൻഡ് ഫ്ലോട്ടേഴ്സ് എന്നുള്ളതിനെപ്പറ്റി നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. താങ്ക് യു.